സ്റ്റുഡിയോയിൽ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പോകാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ നമ്മളിത് സ്റ്റുഡിയോയിലേക്ക് പോയിട്ടുണ്ട്. അപ്പം സ്റ്റുഡിയോയിലേക്ക് പോയപ്പോഴാണ് കണ്ടത് നല്ല ഓഫറാണ് ഇവിടെ. ആഗസ്റ്റ് 31 വരെ ഓഫറുണ്ട്. ഞാൻ തിരുവനന്തപുരത്തുള്ള സ്റ്റാച്യൂവിൽ സ്റ്റുഡിയോയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ അങ്ങനെ സ്റ്റുഡിയോയിൽ പോകാറില്ല. പക്ഷേ ഇന്ന് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് വെച്ചാൽ ഞാൻ നേരെ ഡ്രസ്സൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നേരെ ചപ്പലിൻ്റെ സെക്ഷനിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഈ ചപ്പലിനാണ് ആവശ്യം. അങ്ങനെ ഞാൻ ചപ്പലിൻ്റെ സെക്ഷനിലേക്ക് അവിടെ പോയപ്പോഴാണ് അവിടെ മൊത്തം അലമ്പായി കിടക്കുന്നത് കണ്ടത്. കാരണം വെച്ചാൽ എല്ലാവരും വന്ന് വാരി വിതറി ഇട്ടിരിക്കുകയാണ് ചെരുപ്പുകളൊക്കെ. പിന്നെ അവിടെ നല്ല ഓഫറുണ്ട്. അതായത് 499ൻ്റെത് 299, അതുപോലെ അങ്ങനെ ചെറിയ ചെറിയ ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറേ നോക്കി, ഇട്ടൊക്കെ നോക്കി. എനിക്ക് ഈ ഒരു ചെരുപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇട്ട് നോക്കി. മിററിലൊക്കെ നോക്കിയപ്പോൾ സെറ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ചെരുപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 499 രൂപയാണ് അതിന്. അപ്പം നമുക്കത് 299 രൂപ ഓഫറിന് കിട്ടിയതാണ്. അങ്ങനെ ഞാൻ അത് എടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടത് വെച്ച് എനിക്ക് അത് മാത്രമാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ വൈഷു ബില്ലാക്കാൻ ചെന്നപ്പം ഞാൻ അവിടെ പോയിട്ട് ഞാൻ മിററിലൊക്കെ കുറേ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഫ്രൈഡ് റൈസാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫുഡും കഴിച്ച് വൈഷുവും ഫ്രൈഡ് റൈസ് തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതും കഴിച്ച് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് നാട്ടിലേക്ക് പോവാണ്, കണ്ണൂർ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കണം. അങ്ങനെ വൈഷു പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ടിക്കറ്റൊക്കെ എടുക്കുന്നുണ്ട്. ടിക്കറ്റ് 10 മണിക്കാണ് ട്രെയിൻ. നമ്മളിത് 8 മണിയായപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതി നമ്മൾ പുറത്തെ സ്റ്റാൻഡിൽ പോയിട്ട് ചായ കുടിക്കാമെന്ന് വെച്ചു. അങ്ങനെ സ്റ്റാൻഡിൽ പോയി 2 ചായയും വാങ്ങിച്ചു. സ്നാക്സൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, വെറും ചായ മാത്രം കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 10 മണിക്കായതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം സ്റ്റാൻഡിലിരുന്ന് കുറച്ച് സംസാരിച്ച് ചായയൊക്കെ കുടിച്ചിട്ടായിരുന്നു. പിന്നെ ഒരു 8-9 മണിയായപ്പോഴാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ടാണോ എന്താണോ നല്ല വലിയ തിരക്കൊന്നും കണ്ടില്ല. നമ്മളവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. ട്രെയിന് വരാൻ 10 മണിയാവുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് പ്ലാറ്റ്ഫോം ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ 9 മണിയായപ്പോഴാണ് നമ്മളതിനുള്ളിൽ എത്തിയത്. പക്ഷേ പ്ലാറ്റ്ഫോം അറിയാതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സമയം എങ്ങോട്ടാണെന്ന് അറിയാതുകൊണ്ട് തേരാപ്പാരം നടന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. നടന്ന് അവിടെ പട്ടിയോടും പൂച്ചയോടൊക്കെ സംസാരിച്ച്, പിന്നെ കുറേ പട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അവരൊക്കെ സംസാരിച്ച് നമ്മളിങ്ങനെ നടന്ന് തേരാപ്പാരം നടന്ന് കളിച്ചു. പിന്നെ ട്രെയിൻ വന്നപ്പോൾ ഇതാ വൈഷു ഓടിപ്പോയി ട്രെയിൻ പിടിക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ അവൻ തന്നെ കയറണം. അങ്ങനെ നമ്മൾ ട്രെയിനിലൊക്കെ കയറി. ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവൻ എനിക്ക് ഷോക്സ് ഇട്ട് തന്നു. ഇതാണ് ട്രെയിനിൽ കയറി ഫസ്റ്റ് നടക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ഇതുപോലെ ട്രെയിനിൽ കയറിയപ്പോൾ എൻ്റെ പാദസരം പൊട്ടിക്കാൻ വേണ്ടി ഏതോ ഒരു ലേഡി വന്ന് എൻ്റെ പാദസരമൊക്കെ പൊട്ടിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനുശേഷം എപ്പോഴും ട്രെയിനിൽ കയറുമ്പോൾ ഫസ്റ്റ് ഷോക്സ് ഇട്ട് തന്ന് സേഫാക്കി വെക്കും. അങ്ങനെ ഷോക്സ് ഇട്ട് തന്നതാണ്. പിന്നെ ഞാനിത് ട്രെയിനിൽ കയറി എന്തൊക്കെയോ കഥയൊക്കെ പറയുന്നുണ്ടായിരുന്നു. മുമ്പ് ട്രെയിനിൽ കയറിയ കഥയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതും കഴിഞ്ഞിത് ഇനി കിടന്നുറങ്ങിയ സമാധാനം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.